രാധേ രാധേ. അതീവ പുണ്യമായ വൈകുണ്ഠ ഏകാദശി. അവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വൈകുണ്ഠ ഏകാദശിയുടെ തലേന്ന് ഒരിക്കൽ മാത്രമാണ് ആഹാരം കഴിക്കേണ്ടത്. ഏകാദശിയുടെ അന്ന് വെള്ളം പോലും കഴിക്കാതെ വ്രതമെടുക്കാം. കരിക്കും വെള്ളം മാത്രം കഴിച്ച് വ്രതമെടുക്കാം. ആരോഗ്യം അല്പം മോശമാണെങ്കിൽ പഴങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് വ്രതമെടുക്കാം. വളരെ ശ്രദ്ധിക്കുക. വൈകുണ്ഠ ഏകാദശിയുടെ അന്ന് എണ്ണ തേച്ച് കുളിക്കരുത്. എണ്ണ തേക്കാൻ പാടില്ല. പകല് ഒരു കാരണവശാലും ഉറങ്ങരുത്. വൈകുണ്ഠ ഏകാദശിയുടെ അന്ന് വെള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്, അല്ലാതെ കളർ വസ്ത്രമല്ല ധരിക്കേണ്ടത്. വൈകുണ്ഠ ഏകാദശിയുടെ തലേന്നും അന്നത്തെ ദിവസവും വെറും തറയിലാണ് കിടക്കേണ്ടത്. കൂടെ ആരെയും കിടത്താൻ പാടില്ല. ഭർത്താവായാലും മക്കളായാലും ആരും കിടക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, വ്രതം അവസാനിപ്പിക്കുമ്പോൾ തുളസി ഇലയിട്ട വെള്ളം അല്ലെങ്കിൽ തുളസി ഇലയും മലരും ഇട്ട വെള്ളം സേവിച്ച് അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കുമ്പോൾ ഒരു മന്ത്രമുണ്ട്. ഭോക്ഷേഹും, ഭരണിയുടെ ഭായ, ഋക്ഷാട ഇക്ഷ, ഭോക്ഷേഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത. ഈ മന്ത്രം ജപിച്ച് വേണം അവസാനിപ്പിക്കാൻ. ഭോക്ഷേഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത. ഈ മന്ത്രം വേണമെന്നുള്ളവർ 96453339 വിളിച്ചാൽ ഞാൻ അയച്ചു തരുന്നതാണ്. അന്നത്തെ ദിവസം ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുന്നത് വളരെ ഗുണം ചെയ്യും. പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുനെല്ലി എന്നിവിടങ്ങളിൽ ഒരു വൈകുണ്ഠ ഏകാദശി എടുത്താൽ 21 ഏകാദശികളുടെ ഫലമാണ്. അവർ മരിച്ചു കഴിഞ്ഞ് വൈകുണ്ഠം പ്രാപിക്കും. കൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച ദിവസമാണ്. അവില് കഴിച്ച് കുചേലനെ കൃഷ്ണൻ അനുഗ്രഹിച്ചത് ഈ ദിവസമാണ്. ഗുരുവായൂർ ഏകാദശി എടുത്തവര് നിശ്ചയമായും ഏതെടുത്തിരിക്കണം? വൈകുണ്ഠ ഏകാദശി. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു വാതിലിലൂടെ കയറി മറ്റൊരു വാതിലിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗപ്രാപ്തി കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അത് തമിഴ്നാട്ടിലുണ്ട്. എന്തായാലും വൈകുണ്ഠ ഏകാദശി എടുക്കുന്നവരെ നിങ്ങൾ പുണ്യാത്മാക്കൾ.